ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രം ഒരു ബിസി ഡേ ആണ്. ബിക്കോസ് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പുറത്തു പോകണം. അപ്പം ഞാൻ അമ്മയോട് കൂടെ വരാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മടി, വരാൻ പറ്റില്ല, നീ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്ന ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ആരെങ്കിലും കൂട്ട് വേണം. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നട്ട ചെടിയിൽ ഒരു പൂക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ചിയാസീഡിട്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഒന്നും കുടിക്കാറില്ല, ചില ദിവസം ഞാൻ കുടിക്കാറുണ്ട്. കൂടുതലും പേര് തലേദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തില്ല, ബിക്കോസ് എനിക്ക് അതിനകത്ത് ഒരു കുളുക്കുള എഫക്റ്റ് തോന്നും, എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുടിക്കുന്നതിന് കുറച്ച് നേരം മുമ്പായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് ആവശ്യത്തുള്ള ചിയാ സീഡ് ഇട്ടിട്ട് അതിനകത്തോട്ട് ചൂടുവെള്ളം, ഒത്തിരി ചൂടുള്ള ഒരു വാം വാട്ടർ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കും. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പല്ല് തേപ്പും കുളിയൊക്കെ ഇന്ന് ഒരു ബിസി ആയതുകൊണ്ട് പുറത്ത് പോകുന്നതുകൊണ്ട് നേരത്തെ തന്നെ കുളിയും നനയൊക്കെ അങ്ങ് കഴിയാന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് പല്ല് തേച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെയർ ഫോൾ വന്നപ്പോഴാണ് അമ്മ ശരിക്കും ഇന്ദുലേഖ എനിക്ക് തേച്ച് തരാൻ തുടങ്ങി. ശരിക്കും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുടിക്ക് നല്ലൊരു ആരോഗ്യം വന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഈ ആപ്ലിക്കേറ്റർ ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ കൈവച്ചിരിക്കും തേക്കുന്നത്, എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ് കുളിച്ചിട്ട് ഇറങ്ങി മുടിയൊക്കെ ഒന്ന് കോതി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചിയാസിഡ് ഇട്ട വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഗ്ലാസിന്റെ സ്ട്രോ അല്ലേ ഇത്, പക്ഷെ ഞാൻ ഈ ഗ്ലാസ്സിനാക്കി കുടിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ചില ശീലങ്ങളുണ്ട്, ചില ഗ്ലാസ്സിനോടും ചില സ്ട്രോയോടും ചില പ്ലേറ്റിനോടും എനിക്ക്. അപ്പം ഞാൻ അത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം അത് കുടിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പോകാം റെഡിയാകാമെന്ന് വിചാരിച്ചു. അപ്പം നേരത്തെ തന്നെ ഞാൻ തുണിയൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് പൊട്ട് ഇളക്കാൻ നോക്കിയിട്ട് അത് ഇളകി വരുന്നില്ല. പിന്നെ അത് ഇളകി വന്നു. തൊട്ട് കഴിഞ്ഞ് സ്ട്രോബെറീസ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചു. അത് പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നി. പിന്നെ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതൊക്കെ മേടിച്ച് തിരിച്ച് വണ്ടി കയറി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ബാഗ് വെച്ചിട്ട് നേരെ ഓടിയത് അടുക്കളയിലോട്ടാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഏകദേശം ഒരാഴ്ചയോളം ഇരിക്കും, പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു 2 ദിവസത്തിൽ കൂടുതൽ അതിരിക്കത്തില്ല, കാരണം നമ്മളെല്ലാവരും പെട്ടെന്ന് വരുന്ന കുടിച്ചു തീർക്കും. അമ്മയ്ക്ക് ഈ ബോൾസ് പോലെ വരുന്ന ഐസ് ക്യൂബ്സ് വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഐസ് മോൾഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഈ ഗ്രേപ്പ് ജ്യൂസ് ഒഴിച്ചു. ഇതിനകത്ത് ഇനി തണുത്ത സോഡ ഒഴിക്കുന്നതെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം സോഡ ഇല്ലാത്തതുകൊണ്ട് തണുത്ത വെള്ളമായിരുന്നുള്ളത്, തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്. എനിക്കാണെങ്കിൽ അപ്പം തന്നെ അത് കുടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുടിക്കാൻ പറ്റത്തില്ല. നമുക്ക് വീഡിയോയുടെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് അപ്പം തന്നെ കുടിച്ച് തീർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും നേരം അതവിടെ വെച്ചിരുന്നത്. ശരിക്കും ഞാൻ ഫസ്റ്റ് മേടിച്ചിരുന്നത് റോസ് ഫ്ലവേഴ്സ് ആയിരുന്നു. എനിക്ക് അവിടെ ഇങ്ങനെ ആ ഒരു ഗ്ലാസ്സിൽ ഒരു പൂരിക്കുന്നുണ്ടോ, അതിന് പകരം റോസ് ഫ്ലവേഴ്സ് അവിടെ വെക്കണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഒരാവശ്യമായിരുന്നു അത് മേടിക്കേണ്ടത്, കാരണം 2 ദിവസത്തിൽ കൂടുതൽ അത് ഇരുന്നില്ല, വാടിപ്പോയി. ആ ഫ്ലവർ ആണെങ്കിൽ ഒരാഴ്ച മുകളിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഠിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് പഠിക്കാനിരിക്കാന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്, എനിക്ക് മൊത്തം കുടിച്ച് തീർക്കുന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കേണ്ടതെന്ന് ഞാൻ കുടിച്ചു തീർത്തില്ല. ഫസ്റ്റ് ഞാൻ 2 നോട്ട്ബുക്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ A4 ഷീറ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു അപ്സരയുടെ പെൻസില്, പിന്നെ ഗ്രീൻ ഇങ്ക്, റെഡ് ഇങ്ക്, ഹൈലൈറ്റർ ബ്ലൂവും അതേപോലെ തന്നെ റോസും, പിന്നെ ഡബിൾ സൈഡ് ടേപ്പ്, സ്റ്റിക്കി നോട്ട്സ്, ബോഡി ലോഷൻ, ഫേസ് വാഷ്, അലോവേറ ജെൽ, ഇത്രയും, റോസ് വാട്ടർ, ഇത്രയായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റോസാപ്പൂ ഒക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെയോ കുറേ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.